അപ്പൊ ഇന്ന് കംപ്ലീറ്റ്ലി ഒരു ട്രിവാൻഡ്രം വീഡിയോ ആണ് കേട്ടോ. ഈ തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് ബഡ്ജറ്റിൽ സിനിമ കാണാൻ പറ്റുന്ന എത്ര തിയേറ്ററുകൾ ഉണ്ട് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ടിക്കറ്റ് ചാർജിന്റെ കാര്യം പറയുമ്പോൾ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ്. കാര്യം 200ഉം 250ഉം ഒക്കെയാണ് പല തിയേറ്ററുകളിലൊക്കെ വാങ്ങുന്ന ടിക്കറ്റ് ചാർജ്. അപ്പൊ ആ ഒരു അവസ്ഥയിൽ പ്രത്യേകിച്ച് ട്രിവാൻഡ്രം പോലൊരു ജില്ലയിൽ നമുക്ക് ബഡ്ജറ്റിൽ എത്ര തിയേറ്ററുകളിൽ പോയി സിനിമ കാണാം എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ബഡ്ജറ്റ് സെറ്റ് ചെയ്തത് എത്ര രൂപയെന്നറിയോ? 130 രൂപയാണ്. അപ്പം 130 രൂപ വരെ ഉള്ള തിയേറ്ററുകളുടെ ഒരു കണക്കെടുപ്പാണ് നമ്മൾ ഇന്ന് നടത്താനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എത്ര തിയേറ്റർ ഉണ്ടെന്നുള്ള കേട്ടോ. അപ്പോൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ആദ്യത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ആറ്റിങ്ങൽ എന്ന് പറഞ്ഞ പ്രദേശത്തേക്കാണ്. ആറ്റിങ്ങലിന്റെ കാര്യം പറയുമ്പോൾ അറിയാലോ, യെസ് ഓഫ് കോഴ്സ് നമ്മുടെ ഡ്രീംസ് തിയേറ്റർ ആറ്റിങ്ങൽ. അപ്പൊ അവിടുത്തെ സ്ക്രീൻ മണ്ണി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130 രൂപയ്ക്ക് സിനിമ കാണാനായിട്ട് പറ്റും. ഇനി തൊട്ടടുത്തുള്ള നമ്മുടെ ആറ്റിങ്ങൽ ഗംഗാ തിയേറ്റർ, ഗംഗാ സിനി ഹൗസ് തിയേറ്റർ, അപ്പൊ അവിടെയും നിങ്ങൾക്ക് 130 രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റും കേട്ടോ. ഇനി ആറ്റിങ്ങൽ വേറൊരു തിയേറ്റർ കൊണ്ട് അറിയാലോ, നമ്മുടെ ആറ്റിങ്ങൽ തപസ്യ തിയേറ്റർ, തപസ്യ സിനി ഹൗസ്. അപ്പൊ അവിടെയും നിങ്ങൾക്ക് 130 രൂപയ്ക്ക് സിനിമ കാണാമെന്നുള്ളതാണ്. അപ്പൊ ആറ്റിങ്ങൽ പ്രദേശത്തുള്ള ആൾക്കാർക്ക് ഒരു ഭയങ്കര കട്ട കോമ്പറ്റീഷൻ ആണ്. ഈ 130 രൂപയ്ക്ക് ഏത് തിയേറ്ററിൽ പോയി കാണും എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലേ. യെസ്, അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് നേരെ നമ്മുടെ ഗവൺമെന്റ് തിയേറ്ററുകളിലേക്ക് കടക്കാം. ഗവൺമെന്റ് തിയേറ്റർ എത്ര രൂപയാണ് വാങ്ങിക്കുന്നത് ചോദിക്കുവാണെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഗംഭീർ തിയേറ്റർ, നമ്മുടെ കൈരളി ശ്രീ നില തിയേറ്റർ, അവിടുത്തെ ടിക്കറ്റ് ചാർജ് പറയുമ്പോഴേ 125 രൂപയാണ് നമ്മുടെ കൈരളി ശ്രീ നില തിയേറ്റർ വാങ്ങുന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കലാഭവൻ തിയേറ്റർ ആണ്. കലാഭവൻ തിയേറ്ററിന്റെ കാര്യം പറയുവാണെങ്കിൽ അവിടെ മിനിമം വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 105 രൂപ മാത്രമാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം ജില്ലയിൽ ഏറ്റവും കുറവ് ടിക്കറ്റ് ചാർജ് മേടിക്കുന്ന ഒരു തിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കലാഭവൻ തിയേറ്ററിനായിരിക്കും. ഇനി ഒരു തിയേറ്റർ കൂടെ ഉണ്ട്, നമ്മുടെ ലെനിൻ സിനിമാസ്, അറിയാലോ, നമ്മുടെ KSRTC കോംപ്ലക്സ് വരുന്ന തിയേറ്റർ. അപ്പൊ അവിടുത്തെ ടിക്കറ്റ് ചാർജിന്റെ കാര്യം നോക്കുവാണെങ്കിൽ 129 രൂപയാണ് നമ്മുടെ ലെനിൻ സിനിമാസ് വാങ്ങുന്നത്. ഇനി നമ്മൾ പോകുന്നത് നെടുമങ്ങാടാണ്. നെടുമങ്ങാട് 2 തിയേറ്റേഴ്സ് ഉണ്ടല്ലോ, അറിയാലോ, യെസ്, നമ്മുടെ റാണി ടാക്കീസ്, അവിടത്തെ കാര്യം അറിയാലോ, 4K ഡോൾബി അറ്റ്മോസ് ആണ്. അവിടെയും വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപ മാത്രമാണ് കേട്ടോ. പിന്നെ തൊട്ടടുത്തുള്ള നമ്മുടെ സൂര്യ മൾട്ടിപ്ലക്സിൽ പോയാൽ നിങ്ങൾക്ക് 130 രൂപയ്ക്ക് തന്നെ സിനിമ കാണാൻ പറ്റും. അപ്പൊ നെടുമങ്ങാടുള്ള ആൾക്കാർക്ക് ഒരു കോമ്പറ്റീഷൻ ആണ് 130 രൂപയ്ക്ക് എവിടെ പോയി കാണുക എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് മാത്രമാണ്. അപ്പൊ ഇനി നമ്മൾ നെടുമങ്ങാട് നേരെ പോകുന്നത് എങ്ങോട്ടെന്നറിയോ? പോത്തൻകോടാണ്. പോത്തൻകോട് അറിയാലോ, 2 തിയേറ്റേഴ്സ് ഉണ്ട്, നമ്മുടെ HK സിനിമാസ്. അപ്പൊ HKയുടെ കാര്യം പറയുകയാണെങ്കിൽ അവിടെയും 130 രൂപ തന്നെയാണ് വാങ്ങുന്നത്. തൊട്ടടുത്തുള്ള നമ്മുടെ MT സിനി പ്ലസ്, അവിടെയും വാങ്ങുന്ന ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 130 രൂപയാണ് കേട്ടോ. അപ്പൊ ഇതുവരെ മൊത്തം 10 തിയേറ്റേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി തിയേറ്റേഴ്സ് ഉണ്ടോ? യെസ് ഓഫ് കോഴ്സ് ഉണ്ട്. അപ്പൊ ഇനി നമ്മൾ പോകുന്നത് കഠിനംകുളത്തേക്കാണ്, നമ്മുടെ G-Trax കഠിനംകുളം തിയേറ്റർ. അവിടുത്തെ ടിക്കറ്റ് ചാർജ് വരുന്നത് 130 രൂപ തന്നെയാണ്. അപ്പൊ ഇനി നമ്മൾ കഠിനംകുളത്തിൽ നേരെ പോകുന്നത് നമ്മുടെ കാട്ടാക്കടയിലേക്കാണ്. കാട്ടാക്കടയിൽ 2 തിയേറ്റർ ഉണ്ട്, പക്ഷേ ഒരു തിയേറ്റർ മാത്രമാണ് നമുക്ക് 130 രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റുന്നത്. നമ്മുടെ സ്വരം ലയം സിനിമാസ് ഉണ്ടല്ലോ, ആ ഒരു തിയേറ്ററിൽ 130 രൂപയാണ് വരുന്നത്. അപ്പൊ ഇതുവരെ 12 തിയേറ്ററായി. ഇനി 13ാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് അവിടുന്ന് നേരെ കഴക്കൂട്ടത്തേക്കാണ്. കഴക്കൂട്ടത്തിന്റെ കാര്യം പറയുമ്പോൾ അറിയാലോ, നമ്മുടെ ഹരിശ്രീ തിയേറ്റർ കഴക്കൂട്ടം. ഇപ്പോഴാണ് പ്രൊജക്ഷന്റെ കാര്യത്തിൽ അവർ അപ്ഡേഷൻ ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജ് അവരൊന്നും കൂട്ടിയിട്ടുണ്ടായിരുന്നു. എന്നിരുന്നാൽ പോലും 130 രൂപയാണ് നമ്മുടെ ഹരിശ്രീ തിയേറ്ററിലെ ടിക്കറ്റ് ചാർജ് വരുന്നത്. ഇനി അടുത്ത 14ാമത്തെ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പം കേട്ടിട്ടില്ലാത്ത ഒരു തിയേറ്റർ ആയിരിക്കും. കാരണം ട്രിവാൻഡ്രത്തുള്ള ആൾക്കാർക്കും അത്ര സുപരിചിതമല്ലാത്തൊരു തിയേറ്റർ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഏത് തിയേറ്റർ എന്നറിയോ? കഴക്കൂട്ടം തന്നെയാണ്, നമ്മുടെ കൃഷ്ണ തിയേറ്റർ കഴക്കൂട്ടം. ഈ തിയേറ്ററിനെ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ, അവിടുത്തെ സ്പെക്ക്, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് കേട്ടോ. അപ്പൊ അവിടെ ഇപ്പം മലൈക്കോട്ടെ വാലിബനൊക്കെ കളിക്കുന്ന ഒരു തിയേറ്റർ ആണ്. അപ്പൊ ആ തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 129.8 രൂപയാണ് കേട്ടോ. നമുക്ക് റൗണ്ട് ചെയ്ത് 130 എന്ന് പറയാം. അപ്പോ കഴക്കൂട്ടത്ത് തന്നെ 2 തിയേറ്ററുകളിൽ നിങ്ങൾക്ക് എന്താ പറയാ, നമ്മുടെ 130 രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇനി 15ാമത്തതും അവസാനത്തതുമായ തിയേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഏരീസ് ഫ്ലക്സ് തിയേറ്റർ. അപ്പൊ ഏരീസ് ഫ്ലക്സ് തിയേറ്ററിന്റെ കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ ഒരു ചെറിയ ഓടി ഉണ്ടല്ലോ, അതായത് ഓടി 2, അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130 രൂപയ്ക്ക് സിനിമ കാണാനായിട്ട് പറ്റും കേട്ടോ. പിന്നെ മറ്റ് ചില സ്ക്രീനുകളിലെ ഫ്രണ്ട് റോ, ഈ ഫ്രണ്ട് റോ എന്ന് പറയുമ്പോൾ ഒറ്റ റോ മാത്രമേ ഉള്ളൂ. ആ റോയ്ക്ക് അവർ 110 രൂപ ഈടാക്കുന്നുണ്ട്. ചില സ്ക്രീനുകൾ 100 രൂപ ഈടാക്കുന്നുണ്ട്. പക്ഷെ അതൊരൊറ്റ റോ മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്ക് അതുകൊണ്ട് പരിഗണിക്കാമല്ലോ. എന്തായാലും 130 രൂപയ്ക്ക് താഴെ ടിക്കറ്റ് ചാർജ് വാങ്ങുന്നതാണല്ലോ. പിന്നെ ഓടി 2ൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ചെറിയ സ്ക്രീനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 130 രൂപയ്ക്ക് സിനിമ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ട്രിവാൻഡ്രം ജില്ലയിലെ 130 രൂപയ്ക്ക് താഴെ സിനിമ കാണാൻ പറ്റുന്ന 15 തിയേറ്ററുകളാണ് ഉള്ളത്. ഇനി വേറെ ഏതെങ്കിലും തിയേറ്റർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്തേ. പിന്നെ മിക്ക തിയേറ്ററുകളും 140 രൂപ വാങ്ങുന്ന കുറെ അധികം തിയേറ്റേഴ്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കൂടിയിട്ടില്ല. നമ്മുടെ ഒരു ബഡ്ജറ്റ് നമുക്ക് 130 നിർത്താം. അപ്പം ഇത്രയും തിയേറ്റേഴ്സിന് അടുത്താണ് നിങ്ങൾ വീടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറെ അധികം പൈസ ലാഭിക്കാനായിട്ട് പറ്റും. മറ്റു തിയേറ്റേഴ്സിന് ഇപ്പം നമ്മുടെ PVR സൂപ്പർപ്ലക്സിന്റെ കാര്യം പറയുമ്പോൾ അറിയാലോ, ഈ റിലീസ് സിനിമകളൊക്കെ വരുന്ന സമയത്ത് അമ്മമാര് ഏറ്റവും കൊണ്ട്
അറക്കുന്ന ഒരു ചാർജാണ്. ഇപ്പൊ മലയക്കോട്ടെ വായ്പനൊക്കെ വന്ന സമയത്ത് 290 അത്രയ്ക്കായിരുന്നു ടിക്കറ്റ് ചാർജ്. എന്തുവാണ് അല്ലാത്ത ദിവസങ്ങൾ ഇപ്പം ഒരു സിനിമ ഇറങ്ങി കുറെ റിലീസൊക്കെ കഴിഞ്ഞ് കുറെ ദിവസം കഴിയുമ്പോഴത്തേക്ക് ഒരു ടിക്കറ്റ് ചാർജ് പതുക്കെ കുറയ്ക്കും. പക്ഷെ ആ ഒരു റിലീസിങ് സമയത്ത് നമ്മുടെ PVR സൂപ്പർപ്ലക്സിൽ ഒരു ഒറ്റ കയറ്റമാണ്. ആരോട് പറയാനല്ലേ. അങ്ങനെ എന്തായാലും നമ്മൾ കുറെ പറഞ്ഞ് നമ്മുടെ ഐമാക്സിന്റെ ടിക്കറ്റ് ചാർജ് ഒന്ന് കുറച്ച് ഇപ്പൊ 200 റേഞ്ചിലൊക്കെ വന്ന് എത്തിയിട്ടുണ്ട്. എവിടെ കിടന്നായിരുന്നല്ലേ, 900-ലൊക്കെ കിടന്നതാണ്. അപ്പോ ഇത്രയും തിയേറ്റേഴ്സ് ആണ് നമ്മുടെ ട്രിവാൻഡ്രം ജില്ലയിലുള്ളത്. ഇനി മറ്റു ജില്ലയിലും ഇതുപോലെ ബഡ്ജറ്റ് തിയേറ്ററുകളിൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യും. പിന്നെ ഇതിനകത്ത് ഏതെങ്കിലും മിസ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ഒന്ന് കമന്റ് ചെയ്തേരെ. അപ്പൊ നമുക്ക് അടുത്ത ഇൻട്രസ്റ്റിംഗ് വീഡിയോ ഉണ്ട്. അപ്പൊ അതുവരേക്കും ബൈ.